അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ എന്നുള്ളത് ആ ഒരു ചരിത്രം അത് നിരവധി പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അത് പരിശുദ്ധ ഖുർആനിൽ മാത്രമല്ല, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പേ സംഭവിച്ചൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നിരവധി ചരിത്ര ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനായിട്ട് എഡ്വേർഡ് ഗിബ്ബൺ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ, റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ ചരിത്രം വിവരിക്കുന്ന വോള്യങ്ങൾ വരുന്ന ആ ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥത്തിൽ അതിൽ പോലും അതിന്റെ 33-ാമത്തെ അധ്യായത്തിൽ 7 സ്ലീപ്പേഴ്സ്, 7 ഉറങ്ങിയ ആളുകളുടെ കഥ, ആ ഒരു തലക്കെട്ടിൽ ഈ സംഭവത്തിന്റെ ഒരു സിനോപ്സിസ്, അതിന്റെ ഒരു ഉള്ളടക്കം അദ്ദേഹം ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്രൈസ്തവ ചരിത്രത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ ഒരു സൂറത്തിന്റെ സബബുൻ നുസൂൽ, ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും മക്കയിലുണ്ടായിരുന്ന നിഷേധികളായിട്ടുള്ള ആളുകൾ അവർ റസൂലുള്ളാഹിനെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ അന്വേഷിച്ച് മദീനയിലുള്ള ജൂതന്മാരെ സമീപിച്ചു. ആ സന്ദർഭത്തിൽ അവരോട് ചോദിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചൊരു സംഭവമായിരുന്നു ഈ ഒരു ഗുഹാവാസികളുടെ കഥ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രൈസ്തവ ചരിത്രത്തിൽ, ബാപ്റ്റിസ്റ്റ് ക്രിസ്ത്യൻസിന്റെ ചരിത്രത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഗോൾഡൻ ലെജൻഡ് ലൈഫ്സ് ഓഫ് സയൻസ് എന്നുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഗ്രന്ഥത്തിൽ അതിന്റെ 72-ാമത്തെ അധ്യായത്തിലെല്ലാം ഈ ഒരു സംഭവം, അതായത് ഗുഹാവാസികളുടെ ആ ഒരു ചരിത്രം വിശദമായിട്ട് അവർ സൂചിപ്പിച്ചായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ബാപ്റ്റിസ്റ്റ് ക്രിസ്ത്യൻസിന്റെ എല്ലാം ചരിത്രത്തിൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടാകും, അവരേറ്റവും വലിയ ഔലിയാക്കളായിട്ട് ഗണിക്കുന്ന ആളുകളാണ് ഈ 7 ആളുകൾ. ഈ 7 ആളുകൾ അവരുടെ പേരുകളും അതേപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങളും അതേപോലെ തന്നെ അവരുടെ പേരുകളിൽ നിർമ്മിച്ച നിരവധി ചർച്ചകളെല്ലാം ഈ ഒരു ക്രൈസ്തവ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാം നൽകുന്ന ഈ ഒരു സംഭവത്തിന്റെ വെർഷൻ അത് നിരവധി കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനായിട്ട് യോജിക്കുന്നുണ്ട്. അതേ സന്ദർഭത്തിൽ അവർക്ക് ആർക്കും ലഭിക്കാത്ത നിരവധി യാഥാർത്ഥ്യങ്ങൾ സഹിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഭവം പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ അവരുടെ വെർഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്രിസ്താബ്ദം 249 റോമാ സാമ്രാജ്യം ഭരിച്ച ക്രൂരനായിട്ടുള്ള ഒരു ചക്രവർത്തി, ഡേഷ്യൂസ് എന്നുള്ള ഒരു ചക്രവർത്തി, അയാൾ അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്രൈസ്തവർ, അതായത് യഥാർത്ഥത്തിലുള്ള ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അധ്യാപനം മുറുകെ പിടിച്ച ആ ഒരു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസ റസൂലുള്ളാഹ്, അതിൽ അടിയുറച്ച് ജീവിച്ച ക്രൈസ്തവരെ, അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ക്രൈസ്തവരെ ബഹുദൈവ വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം നിർബന്ധിക്കുകയാണ്. ആ ബഹുദൈവ വിശ്വാസത്തിന് വഴിപ്പെടാത്ത ആളുകൾക്ക് മീതെ ക്രൂരമായിട്ടുള്ള നടപടി സ്വീകരിക്കാനുള്ള ആഹ്വാനങ്ങൾ അദ്ദേഹം ആ സൈന്യത്തിന് നൽകുകയാണ്. ആ സന്ദർഭത്തിൽ ആ നാട്ടിലുണ്ടായിരുന്ന ആ നാട് അവർ സൂചിപ്പിക്കുന്നത് എഫിസിസ് എന്നുള്ള പ്രദേശമാണ്. എഫിസിസ് എന്നുള്ളത് ഇന്നത്തെ മോഡേൺ തുർക്കിയിലുള്ള ഒരു പ്രദേശമാണ്. ആ എഫിസിസിലുണ്ടായ, അതുകൊണ്ടാണ് ക്രൈസ്തവ ചരിത്ര ഗ്രന്ഥങ്ങളിൽ 7 സ്ലീപ്പേഴ്സ് ഓഫ് എഫിസിസിലുള്ള 7 ഉറങ്ങിയ ആളുകളുടെ ചരിത്രം, ആ രൂപത്തിലാണ് അവർ ആ സംഭവം വിവരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നും തുർക്കിയിലുള്ള എഫിസിസിൽ ഈ ഒരു ഗുഹയും ഈ ഒരു പ്രദേശം ചില ആളുകൾ അവരുടെ ആത്മീയ സന്ദർശന കേന്ദ്രമായിട്ട് അവിടെ നിരവധി ക്രൈസ്തവർ അവിടെ സന്ദർശിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെയുള്ള 7 ചെറുപ്പക്കാർ അതിനെതിരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. ആ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു. ആ ഗുഹയിൽ കാലങ്ങളോളം അവർ ഉറങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ദൈവം ആ രൂപത്തിൽ അവരെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. എത്ര കാലം ഉറങ്ങി എന്നുള്ളതിൽ നിരവധി ഇഖ്തിലാഫ് അവർക്കിടയിലും, അതായത് ചില ആളുകൾ 196 വർഷം, ചില ആളുകൾ 375 എന്നെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. അവിടെയും പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് 300 സിനീന വസ്ദാദു, അല്ലാഹു സുബ്ഹാനഹു വ തആല 309 വർഷമെന്ന് കൃത്യമായിട്ട് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ആ രൂപത്തിലാണ് ആ ഒരു സംഭവത്തിന്റെ വെർഷൻ നൽകുന്നത്. ഇനി നമ്മൾ പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന ആ ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പാഠങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ ആ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ച സന്ദർഭത്തിൽ 10-ാമത്തെ വചനം മുതൽ അത് ആരംഭിക്കുകയാണ്. അവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, പരിശുദ്ധ ഖുർആൻ ഈ ഒരു സംഭവം വിവരിച്ച സന്ദർഭത്തിൽ അവരുടെ ഒരാളുടെയും പേര് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ ആ ക്രൈസ്തവ വെർഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിൽ ആ 7 ആളുകളുടെയും പേരുകൾ അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അക്കാലഘട്ടത്തെ ഭരണാധികാരിയുടെ പേരില്ല. അതേപോലെ തന്നെ ആ ലൊക്കേഷനെ സംബന്ധിച്ചുള്ള പരാമർശം അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല. അതെല്ലാം സ്കിപ്പ് ചെയ്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവം വിവരിക്കുന്നത്. അതായത് അതെല്ലാം നമുക്ക് തഫ്സീറുകളിലാണ് കാണാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. കാരണം അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, മറ്റൊന്നും പ്രധാനപ്പെട്ട ഡീറ്റെയിൽ അല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളെ സംബന്ധിച്ച് അവരുടെ പേരുകളോ അതൊന്നും പറയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറഞ്ഞ ഏക കാര്യം 10-ാമത്തെ വചനം, ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫ്,
അവര് ഒരു പറ്റം യുവാക്കളായിരുന്നു, ഫിത്തിയ ഷബാബ്, അവര് യുവാക്കളായിരുന്നു എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ആ യുവത്വത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആ യുവത്വത്തെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് സൂറത്തുൽ കഹ്ഫ്. അപ്പൊ യുവത്വം എന്നുള്ളത് നമ്മുടെ ആ ലൈഫിന്റെ ന്യൂക്ലിയസ്, അതിന്റെ സെൻട്രൽ പോയിന്റ് ആണ്. നട്ടുച്ചക്ക് കത്തി നിൽക്കുന്ന സൂര്യനെ പോലെയുള്ള സമയമെന്നെല്ലാം നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇപ്പൊ പ്രപഞ്ചത്തിൽ ഏതൊന്നിനും ഒരു യുവത്വം ഉണ്ട് എന്നുള്ള, അപ്പൊ സൂര്യനായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ സൂര്യനും ചന്ദ്രനെല്ലാം നമ്മുടെ ആ ലൈഫ് സൈക്കിളാണ് ദിനേന നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സൂര്യന്റെ ഉദയവും അസ്തമയവും അത് നമുക്കറിയാം വളരെ ദുർബലമായിട്ടുള്ള പ്രകാശമാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഉദയവും അതേപോലെ തന്നെ അസ്തമയവും, അതായത് ബാല്യവും ശൈശവവും, അത് രണ്ടും ദുർബലതയുടെ കാലഘട്ടമാണ്. പരസഹായം ആവശ്യമുള്ള നിസ്സഹായതയുടെ അല്ലെങ്കിൽ ദൗർബല്യത്തിന്റെ കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ വാർദ്ധക്യം എന്നുള്ളത് ആ ബാല്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക് തന്നെയാണ്. അർദലിൽ ഉമർ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നഹ്ലിൽ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സൂര്യന്റെ ആ പരിപൂർണമായിട്ടുള്ള ചൂടും വെളിച്ചവും അതെല്ലാം നമുക്ക് ലഭിക്കുന്നത് അതാ നട്ടുച്ചക്ക് മധ്യത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ്. ചന്ദ്രനും അതേപോലെ തന്നെ നിരവധി ഘട്ടങ്ങൾ പിന്നിട്ട് അവസാനം ആ പൂർണ്ണ വളർച്ച, അത് പൂർണ്ണ ചന്ദ്രനാകുന്ന സന്ദർഭത്തിലാണ് അതിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള പ്രഭ നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ആ നട്ടുച്ച അല്ലെങ്കിൽ അതിന്റെ സെൻട്രൽ പോയിന്റ് അതാണ് യഥാർത്ഥത്തിൽ യുവത്വം.